നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. രമേശ് ചെന്നിത്തല ആലത്തൂർ ഹനുമാൻകാവിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ശനിയാഴ്ച രാവിലെ 6:30യോടെയാണ് ചെന്നിത്തല ക്ഷേത്രത്തിൽ എത്തിയത്. തിരൂർ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ ടാക്സി കാറുകൾ നിർത്തിയിടരുതെന്ന് റെയിൽവേ. ടാക്സി പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് മാറ്റിയിടണമെന്ന നിർദ്ദേശത്തിനെതിരെ ടാക്സി ഡ്രൈവർമാർ. അയ്യപ്പന്റെ മുതൽ കട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ലെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. 100 സീറ്റോടെ UDF അധികാരത്തിൽ വരുമെന്നും രമേശ് ചെന്നിത്തല തിരൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ജനപ്രതിനിധികൾക്കായി മുസ്ലിം ലീഗ് ശില്പശാല സംഘടിപ്പിച്ചു. സൗഹൃദം തകരാതെയും മൈത്രിക്ക് പോറലേൽക്കാതെയും ചലിക്കണമെന്ന് നിർദ്ദേശം. തിരൂർ MES സെൻട്രൽ സ്കൂളിൽ 36ാമത് വാർഷികം ആഘോഷിച്ചു. MES സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞിമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പച്ചക്കറിത്തോട്ടത്തിന് തുടക്കമായി. കൈകോർത്ത് തിരൂർ PPNM UP സ്കൂളും മുത്തൂർ ITIയും. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ആലത്തൂർ ഹനുമാൻകാവ് ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ശനിയാഴ്ച രാവിലെ 6:30യോടെയാണ് ചെന്നിത്തല ക്ഷേത്രത്തിൽ എത്തിയത്. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി P ശശിധരനും ജീവനക്കാരും ചേർന്ന് സ്വീകരിച്ചു. അവിൽ നിവേദ്യം, പുഷ്പാഞ്ജലി തുടങ്ങിയ വഴിപാടുകൾ കഴിച്ച ചെന്നിത്തല ഹനുമത് ഗത സമർപ്പണ വഴിപാടും നടത്തി. സമുദ്രലംഘന സ്ഥലത്തും തൊഴുത ശേഷമാണ് മടങ്ങിയത്. DCC ജനറൽ സെക്രട്ടറി EP രാജീവ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ KP രാധാകൃഷ്ണൻ, ആനന്ദൻ കറുത്തെടുത്ത്, മുതിർന്ന കോൺഗ്രസ് നേതാവ് സുഭാഷ് പയനാട്, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി കണ്ണൻ നമ്പ്യാർ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വൈശാഖ് തൃപ്രങ്ങോട്, വിജയൻ ചെമ്മഞ്ചേരി, മനോജ് ചക്കാലക്കൽ എന്നിവർ കൂടെയുണ്ടായിരുന്നു. വെട്ട ന്യൂസ്, ആലത്തിയൂർ. തിരൂർ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ ടാക്സി കാറുകൾ നിർത്തിയിടാൻ പാടില്ലെന്ന് റെയിൽവേയുടെ നിർദ്ദേശം. പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് മാറ്റിയിടണമെന്ന നിർദ്ദേശമാണ് റെയിൽവേ ഡ്രൈവർമാർക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് കാറുകൾ മാറ്റിയിട്ടാൽ ആവശ്യക്കാരായ യാത്രക്കാർക്ക് ടാക്സികൾ കാണാൻ സാധിക്കില്ലെന്ന് ഡ്രൈവർമാർ പറയുന്നു. റെയിൽവേയുടെ തീരുമാനത്തിനെതിരെ പ്രതിഷേധമുയർന്നുവരുന്നു. ഇത്രയും കാലം റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ തന്നെയാണ് കാറുകൾ പാർക്ക് ചെയ്തിരുന്നതെന്നും പാർക്കിംഗ് ഗ്രൗണ്ട് നടത്തിപ്പുകാർക്കോ റെയിൽവേക്കോ ഇത് കാരണം പ്രയാസമുണ്ടായില്ലെന്നും ഡ്രൈവർമാർ പറയുന്നു. റെയിൽവേ ഞങ്ങൾക്ക് ടാക്സി അനുവദിച്ച് നിന്ന സ്ഥലത്ത് ഇപ്പോൾ വണ്ടി ഇടാൻ സമ്മതിക്കണില്ല. ഇപ്പോൾ പാർക്കിംഗ് ഏരിയയിൽ കൊടുത്തിട്ടിടാനാണ് പറയുന്നത് റെയിൽവേ. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ടാക്സി അവിടെ നിർത്താൻ പറ്റാത്തതുകൊണ്ടും യാത്രക്കാർക്ക് ടാക്സി കാണാൻ പറ്റാത്തതുകൊണ്ടും ഓട്ടവും കിട്ടണില്ല. അതുകൊണ്ട് റെയിൽവേ കടുംപിടുത്തം പിടിക്കാതെ ഇത് രമ്യമായിട്ട് പരിഹരിച്ചു തരാനാണ് പറയാനുള്ളത്. പിന്നെ റെയിൽവേന്റെ പിടിവാശിയാണ് തോന്നുന്നു ഇതിങ്ങനെ ചെയ്യണം എന്നുള്ളത്. എന്താണെന്ന് മനസ്സിലാകണില്ല. റെയിൽവേ പറഞ്ഞ ഇപ്പൊ ടാക്സിക്ക് പെർമിറ്റ് കൊടുക്കണില്ല എന്നാണ്. പെർമിറ്റ് കൊടുക്കുന്നത് റെയിൽവേ പാർക്കിംഗുകാർക്കാണ് ഇപ്പൊ ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അവിടെ ഇടാനാണ് പറഞ്ഞത്. അവിടെ ഇട്ട് കഴിഞ്ഞപ്പോ യാത്രക്കാർക്കോ ട്രെയിൻ ഇറങ്ങി വരുന്ന യാത്രക്കാർക്കൊന്നും സുഖം ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാല് ഈ ടാക്സി കാണുന്നില്ല. യാത്രക്കാർക്ക് കൂടെ ടാക്സി ഉള്ളത് അറിയണമില്ല. അപ്പൊ സാധാരണ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് പ്രൈവറ്റ് വാഹനങ്ങൾ കൊണ്ടിട്ട മാതിരിയാണ് ഞങ്ങളും കാണുന്നത്. അവര് അവിടെ ടാക്സി ഉള്ളതായിട്ട് യാത്രക്കാർക്ക് തീരെ മനസ്സിലാവണില്ല. അപ്പൊ അതിനുള്ള വേണ്ട നടപടി എടുക്കണം. അതിന് വേണ്ടി നടപടി. ഞങ്ങളുടെ ജീവിത മാർഗമാണിത്. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു മാർഗമാണ് ഇത് ടാക്സി ഓടിക്കുന്നത്.
റെയിൽവേക്ക് ഇതിന് വരുമാനമുണ്ട്. ഞങ്ങൾ ടാക്സ് കൊല്ലത്തിൽ 5000 റുപ്യ അടച്ചിട്ടാണ് ഇവിടെ വണ്ടി ഇട്ടിരുന്നത് ഇതുവരെ. ഇപ്പൊ പാർക്കിംഗുകാരനക്ക് മാസം മാസം പൈസ കൊടുക്കാനാണ് ഇപ്പൊ റെയിൽവേ പറഞ്ഞത്. പക്ഷെ റെയിൽവേക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. ഇപ്പൊ പാർക്കിംഗുകാരൻ പറഞ്ഞ മാതിരി നമ്മൾ ചെയ്യേണ്ടി വരും. അത് വലിയ ബുദ്ധിമുട്ടുമാണ്. അത് 3 വണ്ടി മാത്രമേ ഇടാനേ പറഞ്ഞുള്ളവര് ഇവിടെ. പാർക്കിംഗ് ഫീസായി മുൻപ് 6 മാസത്തേക്ക് 1200 രൂപയും പിന്നീട് 2400 രൂപയും അടച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിൽക്കേണ്ട മുഴുവൻ തുകയും നൽകി പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിർത്താനാണ് റെയിൽവേ ആവശ്യപ്പെടുന്നത്. ഇക്കാര്യം പരിശോധിക്കണമെന്നും തങ്ങൾക്ക് ടാക്സികൾ നിർത്തിയിടാൻ സ്റ്റേഷന് മുമ്പിൽ പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് ഡ്രൈവർമാർ ഡിവിഷൻ കൊമേഴ്ഷ്യൽ മാനേജർക്ക് പരാതി നൽകിയിട്ടുണ്ട്. വെട്ട ന്യൂസ്, തിരൂർ. അയ്യപ്പന്റെ മുതൽ കട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ല, രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. 100 സീറ്റോടെ UDF അധികാരത്തിൽ വരും. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും UDF അനുകൂലമായ സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും രമേശ് ചെന്നിത്തല തിരൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അല്ല, CPM എന്ത് പ്രചരിപ്പിച്ചാലും വസ്തുതകളൊക്കെ ജനങ്ങൾക്കറിയാം. 4 CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറെ ദിവസങ്ങളായി. അവരെ പറ്റിയാണ് ആദ്യം അവർ പറയേണ്ടത്. ഈ 4 നേതാക്കന്മാർക്കെതിരെയും പാർട്ടി ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അവരെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതൊരു വസ്തുതയാണ്. അത് നിയമപരമായ കാര്യങ്ങളാണ്. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. നിയമത്തിൽ ആരും അതീതരല്ല. അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. SITയുടെ അന്വേഷണം മുന്നോട്ട് നീങ്ങട്ടെ. യഥാർത്ഥത്തിൽ കുറ്റവാളികളായ മുഴുവൻ ആളുകളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇനി മുൻ മന്ത്രിമാരുമുണ്ട്. അവരും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അയ്യപ്പന്റെ മുതൽ കട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ല. അയ്യപ്പൻ ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കത്തുമില്ല. ഇതാണ് എന്റെ സത്യം. ഈ ശബരിമല വലിയ വിഷയമായി മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. തന്ത്രിയുടെ അറസ്റ്റ് വന്നാലും ആ നിലപാട് തന്നെയാണ്. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിലെ സ്വർണ്ണ കൊള്ള കണ്ടുപിടിക്കാനുള്ളതാണ്. ആരുണ്ട് എന്നുള്ള ആരില്ല എന്നുള്ളതല്ല ഇവിടെ വിഷയം. അപ്പൊ നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. അത് തീരുമാനിക്കപ്പെടട്ടെ. നമുക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ഞങ്ങൾ ആദ്യം മുതൽ എടുക്കുന്ന സമീപനം എന്താണ്? ഈ സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ടിട്ടുള്ള എത്ര വലിയ ആളാണെങ്കിലും അവരെല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ. അതുകൊണ്ട് അവരുൾപ്പെടെയുള്ള മുൻ മന്ത്രിമാരും അടക്കമുള്ള ആളുകൾ നിയമത്തിന്റെ മുമ്പിൽ വന്നേ മതിയാകൂ. ആര് വന്നാലും നിയമപരമായ നടപടികൾ നേരിടേണ്ടി വരിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ, ഈ കൊള്ളയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ ആരാണെങ്കിലും അത് അവർ നിയമാനുസൃതമായ നടപടികൾ വിധേയരാകേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. യഥാർത്ഥ വഴി കൂടെ തന്നെയാണ് പോകുന്നത് എന്ന് തന്നെയാണോ കരുതുന്നത്? അല്ല, SIT അന്വേഷണം നടക്കട്ടെ. അന്വേഷണം അതിൻ്റെതായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. നമ്മളൊരു തീർപ്പ് കൽപ്പിക്കേണ്ട സമയമായിട്ടില്ലല്ലോ. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ചർച്ചയിലേക്കൊക്കെ കുറച്ച് കടക്കുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഞങ്ങൾ 100 സീറ്റോട് കൂടി ഞങ്ങൾ അധികാരത്തിൽ വരും. വലിയ കോൺഫിഡൻസ് ആണ്. അമിത ആത്മവിശ്വാസമല്ല. വസ്തുതാപരമായി പരിശോധിച്ചാൽ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ LDF ഭരണം ജനങ്ങളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടുള്ള ഭരണമായിരുന്നു. ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ഈ ഗവൺമെന്റ് പോകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അത് നല്ലൊരു ശതമാനം കമ്മ്യൂണിസ്റ്റുകാരുമുണ്ട്. അതുകൊണ്ട് ഈ മാറ്റം വളരെ വളരെ പ്രകടമാണ്. അതിപ്പോഴും നിലനിൽക്കുകയാണ്. ഇപ്പോൾ പരാജിതന്റെ ഒരു കപട ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രിയെ കൊണ്ട് 110 സീറ്റ് പറയിച്ചത്. അത് പറയാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ പരാജിതരെപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും UDF വൻ വിജയം നേടി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേടി, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേടി, ഉപതെരഞ്ഞെടുപ്പുകളിൽ നേടി. പിന്നെ ഇനി എന്ത് ടെസ്റ്റാണ് വേണ്ടത്? എല്ലാ ടെസ്റ്റുകളിലും ഞങ്ങൾ വിജയിച്ചു നിൽക്കുകയാണ്. അപ്പൊ ജനങ്ങൾ കേരളത്തിൽ ഒരു ഭരണമാറ്റത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് വസ്തുത. UDFന് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോഴും നിലനിൽക്കുന്നു. മുഖ്യമന്ത്രി സഹായിച്ചാണ് തരത്തിലുള്ള ക്യാമ്പയിനാണ് മുമ്പ് നടത്തിയത്. കോൺഗ്രസ് സമാന ഒരാളെ ഉയർത്തി കാണിച്ചു ക്യാമ്പയിനിലേക്ക് കോൺഗ്രസ് ഇല്ല. അത് നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ. മുഖ്യമന്ത്രിയെ നേരത്തെ പ്രഖ്യാപിക്കുന്ന നിലപാട് പണ്ടും കോൺഗ്രസിനില്ല, ഇപ്പോഴുമില്ല. പിണറായി വിജയൻ അല്ലാതെ ആരുടെയും പേര് പറഞ്ഞ അവന്റെ കഥ കഴിഞ്ഞത് തന്നെ കേസ്.
ഞങ്ങളുടെ ഇടയിൽ അതില്ല. കേരളത്തിൽ ശീലമില്ലാത്തൊരു പൊളിറ്റിക്സ്, അതായത് ഇപ്പോൾ UDF പറയുന്നു 100 സീറ്റ് ഉറപ്പിച്ചു, LDF 110 സീറ്റ് ഉറപ്പിച്ചു, BJP 40 സീറ്റ് ഉറപ്പിച്ചു. തരത്തിൽ നമുക്ക് 140 അസംബ്ലി മണ്ഡലമേ ഉള്ളൂ. ആ തരത്തിലാണ് ട്രോൾ വരുന്നത്. അങ്ങനെയെങ്കിൽ 250 സീറ്റ് ഇപ്പോൾ വേണ്ടി വരും. ഈ കണക്ക് വന്നാൽ അത് ഞങ്ങളെ ഒന്ന് കടത്തി വെട്ടാൻ വേണ്ടി മുഖ്യമന്ത്രി അടിച്ചതാണ്. അതൊക്കെ ആയിരിക്കട്ടെ, അതൊന്നും ജനങ്ങൾ വിശ്വസിക്കുന്നു. മലപ്പുറത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നും മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളവരാണ്. അവരെ ആര് ഉയർത്തി കാണിക്കാൻ വിചാരിച്ചാലും നടക്കില്ല. അവർ എന്നും ഉന്നതമായ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളവരാണ്. ജനങ്ങൾ അതുകൊണ്ടാണ് അവരെ എപ്പോഴും സ്വീകരിക്കുന്നത്. ജനപ്രതിനിധികൾക്കായി മുസ്ലിം ലീഗ് ശില്പശാല സംഘടിപ്പിച്ചു. സൗഹൃദം തകരാതെയും മൈത്രിക്ക് പോറലേൽക്കാതെയും പൈതൃക വഴിയിലൂടെ കാലം സാക്ഷ്യപ്പെടുത്തും വിധം ചലിക്കണമെന്ന് നിർദ്ദേശം. മുസ്ലിം ലീഗ് ബാനറിൽ വിജയിച്ച ജനപ്രതിനിധികളായവർക്ക് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിയോജകമണ്ഡലാടിസ്ഥാനത്തിൽ ജനപ്രതിനിധി ശില്പശാല സംഘടിപ്പിച്ചു. തിരൂർ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച ശില്പശാല SSM പോളിടെക്നിക് ഓഡിറ്റോറിയത്തിൽ നടന്നു. കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. അഭിവാദ്യം ചെയ്യാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തും. എല്ലാ അഭിനന്ദനം. ഈ വിജയം തിളക്കമാണ്. ഈ വിജയം ചരിത്രത്തിൽ തന്നെ തുല്യതയിലാണ്. ഈ മണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തുകളും നഗരസഭയും ഒരുപോലെ ഭരണ രംഗത്ത് മുസ്ലിം ലീഗിൽ എത്തിച്ചേരാൻ ഈ ത്രിതല പഞ്ചായത്ത് നഗരപാലിക ബില്ല് വന്നതിന് ശേഷം ഈ 5 തവണ നടന്ന തെരഞ്ഞെടുപ്പുകളിലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നാടിന്റെ വളർച്ചയ്ക്ക് നിദാനമായ സകല കാര്യങ്ങളിലും സജീവമായി ഇടപെടണമെന്നും മുൻകാല മെമ്പർമാരോടക്കം അനുഭവ സമ്പത്തുള്ള സത്യസന്ധരോട് ചോദിച്ചറിഞ്ഞും വായിച്ചു പഠിച്ചും മാത്രമാണ് ഏത് പൊതുവിഷയങ്ങളിലും ഇടപെടേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ഗ്രാമസഭയെക്കുറിച്ചടക്കം അവധാനത വേണം. നീതിപൂർവം എല്ലാ വിഷയങ്ങളിലും ഇടപെടണമെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് കോട്ടയിൽ അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. KM ഗഫൂർ, കില ട്രെയിനർ റഷീദ്, ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ഡോക്ടർ KP വഹീദ എന്നിവർ ക്ലാസ് എടുത്തു. അബ്ദുറഹിമാൻ രണ്ടത്താണി, അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, P സൈദലവി മാസ്റ്റർ, MP മുഹമ്മദ് കോയ, PC ഇസ്ഹാഖ്, മയ്യേർ കുഞ്ഞഹമ്മദ് മാസ്റ്റർ, പാറയിൽ അലി, തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ കീഴേടത്തിൽ ഇബ്രാഹിം ഹാജി എന്നിവർ പ്രസംഗിച്ചു. ജനറൽ സെക്രട്ടറി വെട്ടം ആലിക്കുവായ സ്വാഗതവും ട്രഷറർ ഫൈസൽ എടശ്ശേരി നന്ദിയും പറഞ്ഞു. വെട്ട ന്യൂസ് തിരൂർ. MES സെൻട്രൽ സ്കൂൾ 36ാം വാർഷികാഘോഷം മെലോഡിയ 26 എന്ന പേരിൽ വിവിധ പരിപാടികളോടെ സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്നു. MES സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞിമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സിനിമാ താരം അജു വർഗീസ് മുഖ്യാതിഥിയായി എത്തി. പ്രശസ്ത സിനിമാ നടൻ അജു വർഗീസ് മുഖ്യാതിഥിയായി എത്തി. അത് പരിപോഷിപ്പിക്കാമെന്ന് കണ്ടുപിടിച്ച് അതിനെ എൻകറേജ് ചെയ്യുന്ന ഒരു ഫാക്കൽറ്റി ഇവിടെ ഉള്ളത് വളരെ 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 വലിയ കാര്യം. അതിനോടൊപ്പം ഒരു ചെറിയ കാര്യം ആഡ് ചെയ്യുന്നു, അതോടെ ഞാൻ വൈൻഡപ്പ് ചെയ്യും. ഇന്ന് കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് കൂടി നിൽക്കുന്ന കാലമാണ്. എല്ലാവർക്കും അവരുടേതായ രീതിയിൽ സെൽഫായി എക്യുപ്ഡ് ആവാൻ പറ്റുന്ന കാലമാണ്. കയ്യിലൊരു മൊബൈൽ ഫോൺ മാത്രം മതി. എന്തിനു വെച്ച് പഠിക്കാതിരിക്കില്ല കേട്ടല്ലോ. മൊബൈൽ ഫോൺ എങ്ങാനും ബാറ്ററി പോയാൽ പഠിത്തം മാത്രം കയ്യിലുണ്ടാവുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞങ്ങ് നിർത്തുന്നു. ഈ കോമ്പറ്റീറ്റീവ് വേൾഡിൽ തോൽവി എന്നൊരൊറ്റ കാര്യമാണ് നമ്മളെല്ലാവരും പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം. തോൽക്കാനുള്ള പേടി നിങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ അതിൻ്റെ പാരൻസും നിങ്ങളുടെ കുട്ടികളോടൊപ്പം സപ്പോർട്ട് ചെയ്യണം. തോറ്റ് വരുന്ന കുട്ടിയെ വീണ്ടും തോക്കാൻ തന്നെ പ്രേരിപ്പിക്കുക. അങ്ങനെ തോൽവിയുടെ ഭയം അവനിലോ അവളിലോ പോയി കഴിയുമ്പം നാച്ചുറലി വിജയം വന്ന് തുടങ്ങിക്കോളും. ദയവ് ഇത് തോൽവിയെ ഭയപ്പെടുത്തരുത്, ഭയക്കരുത്. ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ കോയത്തങ്ങൾ അധ്യക്ഷനായി. കൈനിക്കര മുഹമ്മദ് ഷാഫി ഹാജി, സ്കൂൾ സെക്രട്ടറി സലാം P ലില്ലീസ്, പ്രിൻസിപ്പൽ VP മധുസൂദനൻ, തയ്യമ്പാടി ഷറഫുദ്ദീൻ, K മുഹമ്മദ്, K അബ്ദുൽ ജലീൽ, PA റഷീദ്, നജ്മുദ്ദീൻ കല്ലിങ്ങൽ, സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ PT ബെന്നി എന്നിവർ പ്രസംഗിച്ചു. വിവിധ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത വർണ്ണാഭമായ കലാപരിപാടികൾ അരങ്ങേറി.
വെട്ട ന്യൂസ് തിരൂർ. വിദ്യാർത്ഥികളിൽ കൃഷി അവബോധം വളർത്തുന്നതിനായി PPNM UP സ്കൂളിൽ പച്ചക്കറിത്തോട്ടം നിർമ്മാണത്തിന് തുടക്കമായി. MDPS മുത്തൂർ ITയിലെ NSS വളണ്ടിയർമാരുടെ സഹകരണത്തോടെയാണ് സ്കൂൾ അങ്കണത്തിൽ തോട്ടം ഒരുക്കിയത്. പദ്ധതിയുടെ ഉദ്ഘാടനം തിരൂർ നഗരസഭ ഉപാധ്യക്ഷ സിന്ധു മംഗലശ്ശേരി നിർവഹിച്ചു. ചടങ്ങിൽ PTA പ്രസിഡന്റ് അൻവർ സാദത്ത് ചോമയിൽ അധ്യക്ഷത വഹിച്ചു. കൃഷിയിലൂടെ പുതിയൊരു തലമുറയെ മണ്ണിലേക്കും പ്രകൃതിയിലേക്കും മടക്കിക്കൊണ്ടുവരാൻ ഇത്തരം സംരംഭങ്ങൾ സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സ്കൂൾ പ്രധാനാധ്യാപകൻ VKP അനിൽകുമാർ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ CP ഹരിദാസ് പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. മണ്ണിനൊരു വിത്തിട്ട് ആ വിത്ത് മുളച്ച് ആ മുള വരുന്നത് കാത്തിരിക്കുന്ന ഒരു അനുഭവം, അതിന് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കിട്ടാൻ ഇടയാകും. ഈ മഹത്തായ കർമ്മമാണ് നമ്മുടെ സ്കൂളിൽ നടന്നത്. വളരെ തിരക്കിനിടയിലും ഈ പരിപാടി നമുക്ക് വേണ്ടിയിട്ട് NDPS ITI വൈസ് പ്രിൻസിപ്പൽ ഇസ്മായിൽ, സുർജിത് സുകുമാരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അൻസിൽ ഷഹൽ, റാഷിദ് KP, സിനാൻ, ഷിബിൻ, ആർഷിദ്, ഫാസിസ് അമാൻ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സ്കൂളിലെ അധ്യാപകരും PTA ഭാരവാഹികളും വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു. വെട്ട ന്യൂസ് തിരൂർ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.